ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ ഹസൻ. ഞാൻ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് റൊട്ടീനെ പറ്റിയാണ്, ഡെയിലി മെൻ്റൽ ഹെൽത്ത് റൊട്ടീൻ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ല ഉറക്കം കിട്ടണം. നല്ല ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് റെസ്റ്റ് എടുക്കുന്നത് ഉറങ്ങുമ്പോൾ മാത്രമാണ്. അപ്പോഴും ചെറിയ രൂപത്തിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഈ തോട്ട് പ്രോസസ്സിൽ നിന്നും കൊണേഷൻ, കൊഗ്നിഷൻ, അഫക്റ്റ് എന്ന് പറയുന്ന ആക്ഷൻ, തോട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ്, ഈ മൂന്നിൽ നിന്നും ഫ്രീ ആയിട്ട് നമ്മളുടെ മനസ്സ് ശാന്തമാകുന്നതും അതിൻ്റെ റിപ്പയറുകൾ നടക്കുന്നതും ശാരീരികമായിട്ടുള്ള റിപ്പയറുകൾ കൂടുതൽ നടക്കുന്നതും ഒക്കെ ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസത്തെ നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നതിന് നമുക്ക് മറ്റു കാരണങ്ങളൊന്നും വേണ്ട, ഇത് തന്നെ എമ്പാടുമാണ്. നമ്മളൊരു 8 to 8.5 ഹവേഴ്സ് അല്ലെങ്കിൽ 8.30, അതായത് 8 മണിക്കൂർ ഉറക്കം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കിടക്കണം. അപ്പോഴേ നമുക്കൊരു 7:30 to 8 ഹവേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. ഒരു 8 മണിക്കൂറാണ് ഏറ്റവും നല്ല ഉറക്കം എന്നിപ്പോൾ പറയുന്നത്. 6 മണിക്കൂറിൽ കുറവാണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നതെങ്കിൽ യൂഷ്വലി അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് യൂഷ്വലി ഞാൻ പറയാറ്. 5 മണിക്കൂർ കുറഞ്ഞാൽ എന്തായാലും ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പല മതപരമായ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾ അവർ കൂടുതൽ ചിന്തിക്കുക അപ്പോൾ എങ്ങനെ സുബഹിക്ക് എണീക്കുക, അപ്പോൾ എങ്ങനെ നമ്മൾ ഈ തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലെങ്കിൽ അപ്പോഴെങ്ങനെ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ കിടക്കുന്നത് നേരത്തെയാണ്. നമ്മൾ രാത്രി നമസ്കാരം കഴിഞ്ഞ് ഒരു 8:30 കിടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തഹജ്ജുദിനും എണീക്കാം, സുബഹിക്കും എണീക്കാം, എല്ലാ കാര്യങ്ങളും പുഷ്പം പോലെ ചെയ്യാം. ഉറക്കം ഇത്ര മതി, എനിക്ക് പെർഫെക്റ്റാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് വലിയ കാര്യം പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് രാത്രി നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഉറങ്ങണം. ഈ നൈറ്റ് വാച്ചിങ് എന്ന് പറയുന്നത് ഒരു ഉപയോഗപ്രദമായ കാര്യമേ അല്ല. ഇപ്പോൾ ശാസ്ത്രം പറയുന്നുണ്ട് ദർ ഈസ് ഈവനിങ് പേഴ്സൺ, ദർ ഈസ് നൈറ്റ് പേഴ്സൺ, ദർ ഈസ് മോർണിംഗ് പേഴ്സൺ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളുടെ മനുഷ്യകുലത്തിൻ്റെ നമ്മളുടെ നമ്മളുടെ ആസ്വാദനത്തിന് വേണ്ടി അങ്ങനെ ആയി മാറുന്നതെന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചൊരു 10 മണിയോട് കൂടിയെങ്കിലും നമ്മൾ ഹാൾട്ട് ആവണം, നമ്മളെ പരിപാടികളൊക്കെ നിർത്തണം. നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ സ്ക്രീൻ ഓഫ് ചെയ്യണമെന്നാണ്. TV ആണെങ്കിലും മൊബൈലാണെങ്കിലൊക്കെ പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങൾ തലയിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പാർട്ട്ണറോട് നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിന് പകരം അവിടെ കച്ചറ കൂടാൻ വേണ്ടി ഉപയോഗിക്കരുത്. അപ്പോൾ റിഫ്രഷിങ് ആവണമെങ്കിൽ നമ്മൾ ഈ അവസാനം കിടക്കുന്നതിന് മുമ്പുള്ള അരമണിക്കൂറെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. കിടക്കുന്നതിൻ്റെ 2 മണിക്കൂറെങ്കിലും മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് നമ്മൾ ഉറങ്ങണം.